ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാംഗോ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി പുട്ട് നമുക്ക് മാംഗോ കൊണ്ട് ഉണ്ടാക്കാം. അത് നല്ല പഴുത്ത മാംഗോ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ഈ പുട്ട് ഉണ്ടാക്കണതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല മാങ്ങ കേട്ടോ, അതെന്ത് മാങ്ങായാലും കുഴപ്പമില്ല, നല്ല പഴുപ്പുണ്ടായിരിക്കണം, നല്ല പഴുത്ത മാങ്ങ ആയിരിക്കണം. അപ്പോൾ ഞാൻ നല്ല ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് മാങ്ങ മാത്രം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു ലെവലായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു മാങ്ങ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് തേങ്ങ വേണമല്ലോ, അപ്പോൾ തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അജ്മി പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പുട്ടുപൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ടൈമിലാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു സെക്കൻഡെങ്കിലും നമുക്കിത് നന്നായിട്ടും ഉപ്പും ഈ പുട്ടും പൊടിയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴുപ്പില്ലേ, നമ്മളെ മാംഗോയുടെ അടിച്ചെടുത്തിട്ടുള്ള ഒട്ടും വെള്ളം ചേർക്കാണ്ട്, അത് നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 3-4 സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഇത് നന്നായി കുഴച്ചതിൻ്റെ ശേഷം വീണ്ടും കുറവാണെന്ന് തോന്നുമ്പോൾ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ മൊത്തത്തിൽ തന്നെ ഈ മാംഗോയുടെ പഴുപ്പ് ചേർത്ത് കൊടുക്കരുത്. നമുക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടൊക്കെയാണ് മിക്സ് ചെയ്തത്. അപ്പോൾ എനിക്കതൊരു തൃപ്തി വരാത്ത കാരണം ഞാൻ എന്ത് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തട്ടുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നനവ് കുറവാണെന്ന്. അപ്പോൾ കുറവാണെന്ന് കാണുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ മാംഗോ പൾപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് നനവ് കുറയുന്നതനുസരിച്ച് ഞാൻ വീണ്ടും മാംഗോയുടെ പഴുപ്പ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയടിക്ക് നമ്മൾ പഴുപ്പ് മിക്സ് ചെയ്യരുതെന്ന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാംഗോയുടെ പഴുപ്പ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പുട്ടും കുറ്റി എടുത്ത് അതിലേക്ക് ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത്, തേങ്ങ മസ്റ്റാണല്ലോ, തേങ്ങ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മളെ മാംഗോ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറുതായിട്ട് മാംഗോ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ആ മാംഗോ 2, 3, 4 പീസൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും പുട്ടുപൊടി, തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലെ വീണ്ടും ഞാൻ കൈ കൊണ്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക, മാംഗോ എടുത്തിട്ട് മാംഗോ 2, 3, 4 പീസൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും മാംഗോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അവിടുത്തെ പുട്ടിനുള്ള വെള്ളം അവിടെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കുറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെക്കൻഡ് ഒക്കെ ആകുമ്പോഴത്തേനും ആവി വരും, പെട്ടെന്ന് തന്നെ ആവി വരും കേട്ടോ. അപ്പോൾ പുട്ടിന് ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മാംഗോ പുട്ട് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഈ പുട്ട്. അങ്ങനെ നല്ല പൊട്ടാണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് മാംഗോ പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കട്ടൻ ചായയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും, അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഇനി നമ്മൾ കുറച്ച് പഴുത്ത പഴം കൂടി വെച്ച് കൊടുത്തത് കഴിക്കുമ്പോൾ നല്ല ഒരു അടിപൊളി സോഫ്റ്റ് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും മസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഈ പുട്ട്
മാംഗോ പുട്ട് കഷ്ണം മാംഗോയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ മാംഗോയുടെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ